രണ്ടാമത് 1-2 വർഷമാകുമ്പോഴേക്കും ഈ മക്കളുടെ പരിസരത്തോ ക്ലബിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ എന്ത് ഗാനമുണ്ടെങ്കിലും ആ കുട്ടി ഏത് പാട്ടും പാടുന്നുള്ളതാണ്. മാപ്പിളപ്പാട്ട് മാത്രമല്ല, തമിഴ്, ഹിന്ദി, നാടൻ പാട്ടും ഒക്കെ പാടിയിരിക്കും. നമ്മുടെ പ്രാക്ടീസ് 1.5 മണിക്കൂർ പ്രാക്ടീസ്. ഒരു മാസം നാടൻ പാട്ടുണ്ടെങ്കിൽ ഒരു മാസം ഹിന്ദി ആയിരിക്കും, ഒരു മാസം തമിഴായിരിക്കും. അതാ പറഞ്ഞ് ആ മക്കൾ ഏത് പാട്ടും വേദിയിൽ പാടിയിരിക്കും. കഴിവ് ഗംഭീരം തന്നെയാണ്. മക്കളുടെ കഴിവിലുപരി ബാവ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ കഴിവ്. ഓ മൈ ഗോഡ്, ദാറ്റ്സ് വണ്ടർഫുൾ. എനിക്കിനി ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. ഇന്നിപ്പോൾ ഒരുപാട് പേര്, ഒരു 3 പേര് എൻ്റെ അടുത്ത് ആകെ വന്നിട്ടുള്ളൂ അഡ്മിഷന്റെ കാര്യം ചോദിച്ചു. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വേദിയിൽ പറയാൻ ഒരുങ്ങിയത്. സമയം പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ, ഇന്ന് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് എന്ത് ഓഫറാണ് ബാവക്കാക്ക നൽകാൻ പോകുന്നത്? എന്തെങ്കിലും ഒരു ഓഫർ വേണോ? തീർച്ചയായിട്ടും വേണം, കൊടുക്കണം. എന്തെങ്കിലും ഒരു ഓഫർ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ സ്ഥാപനത്തിൽ പാവപ്പെട്ട കുട്ടികളുണ്ട്. ഇപ്പൊ നമ്മള് ഉദ്ഘാടനത്തിന് മുന്നേ പഠിപ്പിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം കുറെ പാട്ടുകൾ വരാനിരിക്കുന്നു, തമിഴ്, ഹിന്ദിയൊക്കെ വരാനിരിക്കുന്നു. ആ ഉദ്ഘാടനത്തിന് മുമ്പ് പാടിയവരൊക്കെ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയവരാണ്. അതിൽ പാവപ്പെട്ടവരുണ്ട്. അപ്പോൾ ഓരോ രക്ഷിതാവിൻ്റെ ആഗ്രഹം എന്താണ്? എൻ്റെ സ്കൂളിൽ ചേർത്തുമ്പോൾ അവർക്ക് സ്റ്റേജിൽ കയറണം, എൻ്റെ കുട്ടി സ്റ്റേജിൽ കയറി കാണണം. അതാണ് ഞാൻ സാധിപ്പിച്ചു കൊടുത്തത് ഈ വേദിയിൽ. അതിന് ഒരാഴ്ച മുമ്പ് വന്നവരുണ്ട്, അവരെ പോലും ഞാൻ വാർഷികത്തിന് കയറ്റുന്നവരാണ്. പിന്നെ പറയുന്നത്, ഫീസ് സ്ഥിരമായി തരുന്നവരുണ്ട്, തരാത്തവരുണ്ട്. ഈ തരാത്തവർ ഇന്ന് വരെ ഞാൻ വിളിച്ചിട്ട് ഫീസോടെ ചോദിച്ചിട്ടില്ല. നമ്മൾ ഗ്രൂപ്പിൽ ഒറ്റയടിക്ക് വിടും ഫീസ് തരാത്തവർ കൊണ്ടുവരിക. അത്ര അറിയിക്കുള്ളൂ. ഫീസ് ഞാൻ വിളിക്കാറില്ല, കാരണം അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അവരിങ്ങോട്ട് പറയട്ടെ. ഫീസ് വാങ്ങാതെ പഠിക്കുന്ന കുട്ടികളുണ്ട്. കാരണം ചില രക്ഷിതാക്കൾ വന്നിട്ട് പഠിക്കാൻ എൻ്റെ കുട്ടിക്ക് നല്ല താല്പര്യം എന്നിട്ട് പാടും, ഒരിക്കലും ക്യാഷ് തരാൻ കഴിയില്ല. എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടായിട്ടോ, ഞാൻ വലിയ ആളായിട്ട്, ഞാൻ ഓട്ടോ ഡ്രൈവറാണ്, എല്ലാവർക്കും അറിയാം. എങ്കിലും ഇതൊരു സ്ഥാപനമാണ്. ഞാൻ ആ സ്ഥാപനത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ധാന്യം എന്നൊക്കെ പറയില്ല, അത് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. അവർക്ക് ആ ഫീസ് ഒഴിവാക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ഓഫർ ഇപ്പോൾ ഞാൻ നൽകുകയാണ്. ഇന്ന് ഈ വേദിയിൽ വെച്ച് നമ്മുടെ അഡ്മിഷൻ LKG to +2 ആണ്. LKG മുതൽ +2 വരെയുള്ള കുട്ടികൾ അഡ്മിഷൻ. +2 വരെയുള്ള കുട്ടികൾ. അപ്പോൾ +2 ആണ് ആൺകുട്ടികൾ, പെൺകുട്ടികൾ +2 ആണ്. LKGയിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, LKG താഴെയുള്ള കുട്ടികളുണ്ട്. ഞാനൊരു ഡാൻസിൽ ഒരു കുട്ടിയെ കണ്ടിരുന്നു. ഞാൻ അവരോട് പറയുകയും ചെയ്തു, സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. 3 വയസ്സാവുന്നുണ്ടാവും. അപ്പോൾ LKG to +2 വരെയാണ് അഡ്മിഷൻ. ഇപ്പം ഇവിടെ വെച്ച് ഈ വാർഷിക ദിനത്തിൽ, എൻ്റെ 10ാം വാർഷികത്തിൻ്റെ ആ ഒരു മഹനീയ മുഹൂർത്തത്തിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ ഫീസ് ഫ്രീ ആണ്. ശരിക്കും പറഞ്ഞ എന്തെങ്കിലും ഒരു ഓഫർ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. അഡ്മിഷൻ ഫീ ചേച്ചി, അഡ്മിഷൻ ഫീ ഫ്രീ. അടിപൊളി. അപ്പൊ എല്ലാവരും ഈ അഡ്മിഷൻ ഫീയിൽ നമ്മുടെ കുട്ടികളുടെ കഴിവ് തെളിയിക്കാൻ 6 മാസം കൊണ്ട് മ്യൂസിക്കൽ പാടിയിരിക്കുമെന്ന ഉറപ്പ് ബാവക്കാക്ക തരുന്നുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ്. ബിക്കോസ് ഇന്ന് കയറിയ കുട്ടികളെ ഞാൻ വീണ്ടും പറയാണ്, ഞാൻ പോലും അതിശയിച്ചിരിക്കുകയാണ്. എനിക്ക് പേഴ്സണലി അറിയുന്ന കുട്ടികളുണ്ട് ഇതിനകത്ത്. എസ്പെഷ്യലി ലയ്യ, നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞ കുട്ടി. ഞാൻ ആദ്യമായിട്ടല്ല ആ കുട്ടിയുടെ കൂടെ വേദി പിന്നിടുന്നത്. ഞാൻ ആ കുട്ടിയുടെ ഒരു ആരാധികയാണ്, ഫാൻ ഗേളാണ്. ഓൾസോ ബാക്കി കുട്ടികളും വളരെ ചുരുങ്ങിയ ദിവസത്തിൽ ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ആ ഗുരുവിന്റെ കൂടെ കഴിവാണ്. ബാവക്കാക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. പിന്നെ ഒരു കാര്യം പറയട്ടെ. ഒരു പക്ഷെ നമ്മളിപ്പോൾ അഡ്മിഷൻ പറയുമ്പോൾ ഒരുപാട് പേർക്ക് വരാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഈ ആൾക്കാരെ കൂട്ടത്തിൽ കൂടെ വരാൻ മടിയുള്ളവരുണ്ടാവും. അപ്പോൾ ഒരു ഓഫറിന് കൊടുക്കാം. നെക്സ്റ്റ് ക്ലാസ് അടുത്ത ഞായറാഴ്ചയാണ്. ഈ വാർഷികം കഴിഞ്ഞാലാണ് ഞങ്ങൾ 1 വർഷം പൂർത്തിയാകുക. അപ്പോൾ അടുത്ത ഞായറാഴ്ച നമ്മൾ ആദ്യ ക്ലാസ് വീണ്ടും. ഞങ്ങൾ ന്യൂ ഇയർ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. അടുത്ത ഞായറാഴ്ചയാണ്. അത് എത്ര മക്കൾ വെക്കേഷനിൽ വിരുന്ന് പോയില്ല, ഞായറാഴ്ച എല്ലാവരും എത്തിയിരിക്കും ക്ലാസ്സിൽ, വാർഷികത്തിൻ്റെ പിറ്റേന്ന്. അപ്പോൾ ആ അടുത്ത ഞായറാഴ്ച വരുന്ന കുട്ടികൾക്കും അഡ്മിഷൻ ഫീസ് ഫ്രീ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് ഞായറാഴ്ച വരുന്ന കുട്ടികൾക്കും അഡ്മിഷൻ ഫീസ് 500 രൂപ ഫ്രീ ആണ്. LKG to +2 വരെ അഡ്മിഷൻ. ഞാൻ പറയാണ്, ഫ്രീ ഫ്രീ ഫ്രീ. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഫ്രീ ഫ്രീ ഫ്രീ. ഇന്നും വരുന്ന ഞായറാഴ്ചയും അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ ഫ്രീ ഇല്ല. ഓക്കെ, വെറും മ്യൂസിക് ക്ലാസിന്റെ ഫീ മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു ഓഫർ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ച് ബാവക്കാക്ക ഇങ്ങനെ ഒരു ഓഫർ തന്നതിൽ താങ്ക് യു സോ മച്ച്. ഈ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഈ പേരൻസിന്റെ കുഞ്ഞു മക്കളുടെ ഭാഗത്ത് നിന്ന് താങ്ക് യു. ചിലപ്പോൾ സംശയം ഉണ്ടാവും, ക്ലാസ് ഫീസ് മാത്രമേ വരുന്നുള്ളൂ. അത് അടുത്ത ഞായറാഴ്ച ഒന്നും വരില്ല കേട്ടോ. അടുത്ത ഞായറാഴ്ച ചേർന്നാൽ അടുത്ത മാസം ഇതേ ഡേറ്റിനെ ഫീസ് വരുള്ളൂ 400. അല്ലാതെ ചേരുമ്പോൾ നമ്മൾ ആ ഒരു ഫീസ് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ഫീസും ഇല്ല, ഫ്രീ. അഡ്മിഷൻ ഫീസ് തന്നെ ചേരുമ്പോഴാണല്ലോ. പിന്നെ നമ്മൾ ഫീസ് വാങ്ങുന്നത് അടുത്ത മാസമാണ്. അപ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് അവർ 400 ഫീസ് തരേണ്ടതുള്ളൂ. So thank you so much once again. സുനിത ചേച്ചി, താങ്ക് യു സോ മച്ച്. വേദിയിലേക്ക് കടന്നു വരാൻ
കാണിച്ച ഈ ഒരു മനസ്സ് ധൈര്യം. അയ്യോ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു.